വിഴിഞ്ഞം തുറമുഖം മറയാക്കി 300 കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നതാണ്. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. സാമ്പത്തിക ലാഭത്തിനായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയെന്നാണ് എഫ്ഐആർ. അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകും. അനന്തൻ, കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ്. കേരളത്തിന്റെ ഇനി അങ്ങോട്ടുള്ള വികസന കാഴ്ചപ്പാടൊക്കെ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്നത് തന്നെ സത്യത്തിൽ വിഴിഞ്ഞം പോർട്ടും അതുമായി അനുബന്ധ കാര്യങ്ങളുമാണ്. അതിനിടയിലാണ് അതിനെ കൂടി വലിച്ചഴിക്കുന്ന, അതിനെ കൂടി ഏതൊക്കെ വിധത്തിൽ നേരത്തെ അവയവദാനത്തിൻ്റെ ഇത് പറഞ്ഞതുപോലെ സ്വന്തം ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ. ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? ആരൊക്കെയാണ് ഇതിന് ഇരകളാക്കപ്പെട്ടത്? ഇത് വലിയൊരു സംഘം ഇതിന് പിന്നിലുണ്ടോ? ദിവിഷ്, വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ മറയാക്കിക്കൊണ്ട് വലിയ തട്ടിപ്പിന് ചില നിഗൂഢ ശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ തെളിവായിട്ടാണിപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു രേഖ പുറത്തു വന്നിരിക്കുന്നത്. ഇത് തമ്പാനൂർ പോലീസിനാണ് ഈ രേഖ ലഭിച്ചത്. ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ രേഖ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് അനുബന്ധമായി കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പദ്ധതി, അതുമായി ബന്ധപ്പെട്ടതുണ്ട് 300 കോടിയുടെ ഒരു പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിന് വേണ്ടി, അത് ഗവൺമെൻറ് നടത്തുന്ന പ്രോജക്റ്റിനാണ്, അതിനുവേണ്ടി നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണവും പണമിടപാടുമാണ് നടക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്വദേശിയായ സൽമാനുൽ ഫാരിസ് എന്നയാൾക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 300 കോടിയുടെ ഒരു തട്ടിപ്പാണ് ഈ സംഘം ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നാണ് പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട 300 കോടിയുടെ ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പദ്ധതിയുടെ രേഖയാണ്. അത് വ്യാജരേഖയാണ്. അതിന് ഗവൺമെൻറ്റുമായി യാതൊരു ബന്ധവുമില്ല, തുറമുഖവുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇങ്ങനൊരു വ്യാജരേഖ ഉണ്ടാക്കി നിക്ഷേപകരെ ആകർഷിച്ച് പണം തട്ടാൻ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഈ കേസെടുക്കാൻ ഹേതുവായിരിക്കുന്നത് കൊച്ചി സ്വദേശി നൽകിയ ഒരു പരാതിയാണ്. അവരിൽ നിന്ന്, അതൊരു സ്ത്രീയാണ്, അവരിൽ നിന്ന് 20 ലക്ഷം രൂപ ഈ സൽമാനുൽ ഫാരിസ് തട്ടിയെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ 20 ലക്ഷം രൂപ തട്ടിയെടുത്തതിൻ്റെ പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് ഈ വ്യാജരേഖ പോലീസിന് ലഭിക്കുകയും ആ വ്യാജരേഖ അടിസ്ഥാനമാക്കിക്കൊണ്ട് സൽമാനുലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത ശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് തമ്പാനൂർ പോലീസ് ആലോചിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. മാത്രമല്ല, ഇതൊരാൾ മാത്രമല്ല ഇതിന് പിന്നിൽ. 300 കോടിയുടെ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വ്യാജരേഖയൊക്കെ ചമയ്ക്കണമെങ്കിൽ അതിന് പിന്നിൽ വലിയ ശക്തികളുണ്ട്. അതിൽ ഒന്നിലധികം പേരുടെ ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. ഏതായാലും കൂടുതൽ ആൾക്കാർ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. ഈ രീതിയിൽ വിഴിഞ്ഞത്തിൻ്റെ പേരിൽ ആരെങ്കിലും പണം നൽകിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാനുള്ള നിർദ്ദേശമാണ് സിറ്റി പോലീസ് നൽകുന്നത്. അല്ല അനന്തൻ, ഇപ്പോൾ നേരത്തെ തന്നെ ചില വാർത്തകൾ വന്നിരുന്നത് ഈ വിഴിഞ്ഞം വികസിച്ചു വരുന്നതിൻ്റെ ഭാഗമായി റിയൽ എസ്റ്റേറ്റ് അല്ലേ ചില ആളുകൾ പിടിമുറുക്കുന്നു, വീണ്ടും ചില സംഘങ്ങൾ സജീവമാകുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണോ? വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് റിംഗ് റോഡ്, അങ്ങനെ പല കണ്ടെയ്നർ റോഡ്, അങ്ങനെ പല രീതിയിലുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും അതുപോലെ തന്നെ ഭൂമി ഇടപാടുകളുമൊക്കെ തഴച്ചു വളരുന്നുണ്ട്. പക്ഷേ ഇത് ആ രൂപത്തിലുള്ളതല്ല. ഇത് ഒരു സർക്കാരിൻ്റെ പദ്ധതി, വിഴിഞ്ഞത്തിൻ്റെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പദ്ധതി എന്നൊരു പദ്ധതിയുടെ വ്യാജരേഖ ഉണ്ടാക്കുകയും ഈ സർക്കാർ പദ്ധതിയിലേക്ക് നിക്ഷേപങ്ങൾ മുടക്കിയാൽ അതിന് വലിയ ലാഭം കിട്ടും എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കൂടുതൽ നിക്ഷേപകരിൽ നിന്ന് വൻ തുക, അതായത് ഇത് വിഴിഞ്ഞവുമായി ബന്ധപ്പെടുമ്പോൾ അത് വലിയ 300 കോടിയുടെ പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൽ വലിയ തുക നിക്ഷേപിക്കാനുള്ള ഒരു പ്രോത്സാഹനവും അങ്ങനെ തട്ടിപ്പ് നടത്താനും ഉദ്ദേശിച്ചുള്ള ഒരു നീക്കമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, വലിയ ആൾക്കാരെ, ധനികരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് എന്ന നിലയ്ക്കാണ് നമുക്ക് ഇത് മനസ്സിലാകുന്നത്. അതിനുവേണ്ടി ഒരു സർക്കാരിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജരേഖ വരെ ചമച്ചിരിക്കുന്നു. ആ വ്യാജരേഖയാണ് തമ്പാനൂർ പോലീസിന് ലഭിച്ചത്. അത് ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, എത്ര പേര് ഈ തട്ടിപ്പിന് ഇരയായി, എത്ര തുക ഇവർ സമാഹരിച്ചു എന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ. ദിവിഷ്, ശരി. അനന്തകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പ്രഷറുകൂടി ശ്രദ്ധയ്ക്കാണ്. ഇത് വലിയ പണക്കാരുടെ അടുത്തേക്കാണ് ഇത്തരം തട്ടിപ്പുകാർ ചെല്ലുക എന്നതുകൊണ്ട് ഒരു വലിയ വിഭാഗത്തിന് ഇതിനെക്കുറിച്ച് ആശങ്ക വേണ്ട. പക്ഷേ ഇത്രയും കോടി അല്ലെങ്കിൽ ഇത്രയും ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള രേഖകൾ ഹാജരാക്കി ഇതാ വലിയ വികസന പദ്ധതി വരുന്നു. ചിലപ്പോൾ സാധാരണക്കാരും ഇതിലൊക്കെ പെട്ടുപോകാം. എങ്ങനെയെങ്കിലും ഒരു ഭാവിയിലേക്കൊരു സുരക്ഷിതത്വമല്ലേ എന്നൊക്കെ കരുതി പണമൊക്കെ നിക്ഷേപിക്കാൻ ആളുകൾ തയ്യാറായി പോകും. ദയവായി അങ്ങനെ ഒരു സംവിധാനങ്ങളുമില്ല. അതെന്ത് നിങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഉടനടി അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോർട്ടുമായിട്ടോ പോലീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മാത്രം ഇത് ശരിയാണോ എന്നൊക്കെ അന്വേഷിച്ച ശേഷം മാത്രം ഇറങ്ങുക. ഇങ്ങനെ വലിയ തട്ടിപ്പുകൾ നമ്മുടെ ഓരോ വികസന പദ്ധതികൾ വരുമ്പോഴുള്ള കുഴപ്പം ഇതാണ്. പല ആളുകളും ഇതുപോലെ തട്ടിപ്പുകളുമായി രംഗത്തിറങ്ങും. നമ്മൾ നേരത്തെ സർക്കാർ രാഷ്ട്രീയ തലത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ അവതാരങ്ങൾ അല്ലെങ്കിൽ അധികാരം വരുമ്പോൾ കൂടിച്ചേരുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം ആളുകളൊക്കെ തന്നെയാകും പല ഇത്തരം തട്ടിപ്പുകളുടെയും